ഹായ് ഓൾ. അപ്പം മേഘമല സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത്. നമ്മുടെ ഫൈനൽ എപ്പിസോഡാണ്. അപ്പം കുറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അപ്പം ഒട്ടും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആ വിശേഷങ്ങളിലോട്ട് കിടക്കാം. വെൽക്കം ടു മൈ ന്യൂ ബ്ലോഗ്. ഇറ്റ്സ് മീ ഡോൺലെസ് ആൻഡ് ലെറ്റ്സ് എക്സ്പ്ലോർ. അപ്പോൾ നമ്മൾ മേഘമലയിലെ ഒരു ദിവസത്തെ സ്റ്റേക്ക് ശേഷം ഇപ്പം ഇവിടെ കാണാനുള്ള ആകെ ഞാൻ പറഞ്ഞല്ലോ സ്ഥലങ്ങൾ വളരെ കുറവാണ്. ആകപ്പാടെ ഒരു സ്ഥലം മാത്രമേ പറയാനുള്ളൂ. വരുന്ന റൂട്ടാണ് കിട്ടില്ല. അപ്പോൾ ആ ഫൈനലായിട്ടുള്ളൊരു സ്ഥലത്തോട്ട് പോയാണ്. മഹാരാജമേട്ടാണ് ഇവിടുത്തെ ഏറ്റവും അവസാനത്തെ ഒരു വ്യൂ പോയിൻ്റ്. അതായത് അവിടെ നിന്ന് നമ്മുടെ കമ്പം സൈഡൊക്കെ കാണാൻ പറ്റും എന്നാണ് പറയണത്. പക്ഷേ അങ്ങോട്ടേക്കുള്ള ഒരു നല്ല റോഡിൻ്റെ കാലം കഴിഞ്ഞു. അതായത് വഴി കഴിഞ്ഞു. ഇനി അങ്ങോട്ട് ഇതുപോലത്തെ ഒരു ഓഫ് റോഡാണ്. പക്ഷേ ഇവിടെ ജീപ്പുകാർ ഓഫ് റോഡ് പോകാൻ വേണ്ടി താഴെ നിൽക്കും. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് ആവശ്യമില്ല. നമുക്ക് സ്വന്തം വണ്ടി കയറത്തൊക്കെ ഓഫ് റോഡ് തന്നെ. അതുകൊണ്ട് സ്വന്തം വണ്ടി കൊണ്ടുവരണവർ മാക്സിമം അത് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ വേറെ എടുക്കാൻ നിൽക്കണ്ട. പിന്നെ ഇവിടെ പെട്രോൾ പമ്പ് ഒന്നുമില്ല. അത് മേഘമലയിലും ഇല്ല. നമ്മൾ താഴെ തേനിയിൽ നിന്ന് അടിച്ചിട്ട് വരണം. ഇങ്ങോട്ട് പെട്രോൾ പമ്പ് ഇല്ലാത്തതുകൊണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ബ്ലാക്കിൽ കിട്ടും, പക്ഷേ അത് നല്ല വിലയായിരിക്കും. അപ്പോൾ ഇത് മാത്രമേ ഇനി കാണാൻ ബാക്കിയായിട്ടുള്ളൂ. ഇപ്പം മഹാരാജമേട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ്. ഇരവെങ്ങലാർ ഡാമിൻ്റെ 1 കിലോമീറ്റർ അകലെയാണ്. അതായത് മേഘമലയിൽ നിന്ന് 17 കിലോമീറ്റർ ഉണ്ട്. പ്രോപ്പർ മേഘമല നമ്മൾ താമസിച്ചെടുക്കുന്ന 17 കിലോമീറ്റർ ഉണ്ട്. അതിൻ്റെ ഒരു ഓഫ് റോഡ് സെക്ഷനാണ്. ഇപ്പോൾ ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ വലിയ ഓഫ് റോഡൊന്നുമില്ല. ഇവിടെ മഴ സമയത്ത് വന്നാൽ യസിൻ മുഹമ്മദൊക്കെ വന്നതുപോലെ ഭയങ്കര വെള്ളക്കെട്ടും പോകാൻ ഭയങ്കര പാടായിരിക്കും. അല്ലെങ്കിൽ ഇതുപോലെ ഇത്തിരി ഡ്രൈ ആയിട്ട് ചരലായിട്ട് കിടക്കുമെന്നേ ഉള്ളൂ. സൂക്ഷിച്ച് ഓടിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സോ അത്യാവശ്യം നല്ല റൂട്ട് തന്നെയാണ്. സൈഡിൽ 2 സൈഡും തേയില തോട്ടമാണ്. മൂന്നാറിന് ശേഷം ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഒരു അടുക്കും ചിട്ടയുള്ള തേയിലത്തോട്ടം ഞാൻ കാണുന്നത് ഇവിടെ തന്നെയാണ്. മറ്റേത് ചെതറിയ പോലത്തെ ഒരു തേയിലത്തോട്ടം ഇല്ല നമ്മൾ എവിടെ പോയാലും കാണുക. ഇപ്പോൾ കൊടൈക്കനാലായാലും എവിടെ ആയാലും. പിന്നെ സത്യം പറഞ്ഞാൽ ഇത് മൂന്നാറിൻ്റെ കറക്റ്റ് ഓപ്പോസിറ്റാണ്. തമിഴ്നാട് വെർഷനാണ്. കാരണം ഇടുക്കിയുടെ നേരെ ഓപ്പോസിറ്റ് കിടക്കണ ഇതാണ് പ്രദേശമാണ്. ഞാൻ പറഞ്ഞല്ലോ, അതാണ് ഈ പെരിയാർ ടൈഗർ റിസർവിൻ്റെ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളാണ് ഈ ശ്രീവള്ളിപുത്തൂർ ടൈഗർ റിസർവും തിരുമലൈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഒക്കെ ഇതിനോട് ചേർന്ന് കിടക്കുന്നത്. അതായത് ഒരേ മല, പിന്നെ ബോർഡർ തിരിക്കുമ്പം തമിഴ്നാട്, അത് ഇത് കേരളം, അങ്ങനെ തിരിച്ചെന്നേ ഉള്ളൂ. നമ്മുടെ അരിക്കൊമ്പനൊക്കെ ഇടയ്ക്ക് മേഘമല പ്രദേശത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞതൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും. പെരിയാർ ടൈഗർ റിസർവിൽ വിട്ടപ്പോൾ പുള്ളിക്കാരൻ കുറേ ദിവസം മേഘമല റിസർവിൻ്റെ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ ലേക്ക് നിങ്ങൾ കാണും പോലെ ഒറിജിനൽ അല്ല, മാൻമെയ്ഡാണ്. പക്ഷേ ഒറിജിനൽ ആണെന്നേ തോന്നും. ഒരിക്കലും നമുക്കതൊരു മാൻമെയ്ഡ് ലേക്കാണെന്ന് കാഴ്ചയിൽ ഒരിക്കലും തോന്നത്തില്ല. അത്രയും നല്ല ഭംഗിയായിട്ടാണ് ചെയ്തു വച്ചേക്കുന്നത്. ഇവിടെ ഈ ഒരു ഷെഡിൽ നമ്മൾ വന്നപ്പോൾ ഇരുന്നായിരുന്നു. അത് ഞാൻ ഓവർലേ ആയിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതിനുശേഷം വീണ്ടും നമ്മൾ ഒരു കാട്ടിൻ്റെ അകത്തോട്ട്, ആ തേയില ഒരു തോട്ടത്തിൻ്റെ അതിൽ നിന്ന് മാറി, ആ വില്ലേജിൻ്റെ ഇതെന്നൊക്കെ മാറി, അതായത് ഒരു ആൾവാസ പ്രദേശത്ത് നിന്ന് നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറിയതുപോലെ. പക്ഷേ സെയിം റോഡ് തന്നെ. എനിക്ക് തോന്നുന്നു ഈ റോഡ് നന്നാക്കാതെ ഇട്ടേക്കുന്നത് എനിക്ക് തോന്നുന്നു ആ ടാറ്റാ സുമക്കാർക്ക് വേണ്ടി, അതായത് ഓഫ് റോഡ് കയറാൻ വേണ്ടി അവർക്കൊരു വരുമാനം ആവട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. ടൂറിസം എന്ന് പറയാൻ ഇവിടെ അത് മാത്രമേ ഉള്ളൂ. കാരണം പിന്നെ 1-2 സ്റ്റേ പ്രൈവറ്റ് സ്റ്റേ, അത് പക്ഷേ ഇവരുടെ എസ്റ്റേറ്റുകാരുടെ തന്നെ സ്റ്റേകളാണ്. വുഡ് ബ്രയറും അവരൊക്കെയാണ് ഇവിടെ മെയിനായിട്ട് എസ്റ്റേറ്റ് ഉള്ളത്. പിന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവർ കമ്പനിക്കും ഷെയറുണ്ട്. അവർ ഞാൻ പറഞ്ഞ പോലെ ഒരു ഓർഗനൈസേഷനൊക്കെ ഇത് സംരക്ഷിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഗവൺമെൻറ്റുമായിട്ടാണ് അത് ചേർന്ന് പ്രവർത്തിക്കുന്നത്. മേഘമലൈ റിസർവിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഓർഗനൈസേഷനാണത്. മഹാരാജമേട്ട് പോപ്പുലർ ആവാൻ കാരണം അവിടുത്തെ ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണ്. കമ്പം ഒരു രാജകീയമായിട്ടൊരു കമ്പം വേലി കാണാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് മഹാരാജമേട്ട് എന്ന സ്ഥലത്തിന് പേര് വരാൻ കാരണം. ഇത് വെണ്ണയിൽ ടീ എസ്റ്റേറ്റിൻ്റെ പ്രോവിൻസിലാണ് വരുന്നത്. അതിൻ്റെ അടുത്തായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ പറ്റുമെങ്കിൽ കയറാം. പോയിട്ട് അവിടുത്തെ സ്ഥിതിഗതികൾ എങ്ങനെയാണെന്ന് നോക്കണം. എനിക്കൊന്ന് ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. കുറച്ച് കട്ടി ഓഫ് റോഡ് തുടങ്ങി. എന്നാലും ഞാൻ പറഞ്ഞ പോലെ വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം
സ്ലിപ്പായത് കണ്ടോ നിങ്ങളാരെങ്കിലും? അതാണ് ചരലായതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ബ്രേക്ക് പിടിച്ചില്ലെങ്കിൽ ചറുക്കിപ്പോവും. ABS കൂടെ ഇല്ലെങ്കിൽ തീർന്നു. പിന്നെ 4 വീലറാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല, പതുക്കെ പോകണം. ഈ ബൈക്കാകുമ്പോൾ നമുക്ക് ബാലൻസ് കാണുമല്ലോ, അതിൻ്റേതായൊരു. നമ്മൾ വീണ്ടും ഒരു തേയിലത്തോട്ടത്തിൻ്റെ ആ ഒരു ദൃശ്യഭംഗിയിലേക്ക് വന്നിട്ടുണ്ട്. കൊള്ളാം, മനസ്സ് നിറയ്ക്കുന്ന കാഴ്ച തന്നെയാണ് സത്യം പറഞ്ഞ്. ഇറങ്ങുന്നില്ല ആരും, അല്ലെങ്കിൽ ഗ്രൂപ്പ് റൈഡ് വരുമ്പോൾ ഉള്ളൊരു കുഴപ്പം ഇതാണ്. എനിക്കിവിടെ ഇറങ്ങിയത് കൊള്ളതുണ്ട്, ബട്ട് നമ്മൾ പോകണോണ്ട് അവരുടെ പിറകെ നിന്ന് പോയിട്ട് വരുന്നു. പക്ഷേ കൊള്ളാം. സോ അപ്പോൾ നമ്മൾ കുറേ ദൂരം പിന്നിട്ടു, എന്നാലും എത്തുന്നില്ല. ഈ ഓഫ് റോഡ് ആയതുകൊണ്ട് അത്രയും പതുക്കെയല്ലേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ വളരെ പയ്യെയാണ് നീങ്ങുന്നത്. താഴെ കുറച്ച് ജനവാസ മേഖലയൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് ഇവിടെ എസ്റ്റേറ്റിൽ പണിയെടുക്കണവരായിരിക്കും. കോട, ഇപ്പോഴാണ് സത്യം പറഞ്ഞ കോട വന്നു തുടങ്ങി. അങ്ങ് ദൂരെ നമുക്ക് കോട കാണാം. ഇനിയിപ്പോൾ ആ കോടയ്ക്കകത്തോട്ടായിരിക്കും നമ്മൾ കയറാൻ പോണത്. മേഘമല വന്നിട്ട് സത്യം പറഞ്ഞാൽ ഇന്ന് ഈ സമയം തന്നെ ആ ഒരു പേരിനോട് അന്വർത്ഥമാക്കുന്നൊരു സീൻ ഇപ്പോൾ കണ്ടു തുടങ്ങുന്നത്. കൊള്ളാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മേഘമല എന്ന് പറയുന്ന ടൈഗർ റിസർവായിട്ട് പ്രഖ്യാപിച്ച സ്ഥലമാണ്. ഏപ്രിൽ 6, 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ തമിഴ്നാടിന് ഈ ടൈഗർ റിസർവ് കൊടുത്തത്, ടൈഗർ റിസർവായിട്ട് അനുവദിച്ചത്. ഏപ്രിൽ 11, 2021 തന്നെ ഒരു സഖ്യമായിട്ട് അത് രൂപപ്പെട്ടു, MTR എന്ന് പറഞ്ഞാൽ. അതായത് MTR എന്ന് പറഞ്ഞാൽ മൊത്തം നമ്മുടെ ശ്രീവല്ലിപുത്തൂറും തിരുനെൽവേലി വൈൽഡ് ലൈഫ് സാങ്ച്വറി എല്ലാം കൂടെ ചേർന്നുള്ളൊരു ഇതാണ്. ഇവിടെ ഒരു കെട്ടിടമൊക്കെ കാണാം. എനിക്ക് തോന്നുന്നത് സ്റ്റോറേജ് ആയിരിക്കും, തേയിലേക്ക് വയ്ക്കുന്നതിൻ്റെ ഒരു സ്റ്റോറേജ് ആയിരിക്കും. ഇത് ഞാൻ 5ാമത്തെ ലാർജസ്റ്റ്, അതായത് ഏറ്റവും വലിയ 5ാമത്തെ ടൈഗർ റിസർവാണ് തമിഴ്നാട്ടിൽ. ഇന്ത്യയിൽ 51ാമത്. അങ്ങനെ കുറേ നേരം ഇവിടെ റെസ്റ്റ് എടുത്തു. എല്ലാവരും ക്ഷീണിച്ചു ഓഫ് റോഡ് ഇത്രയും കയറിയപ്പം തന്നെ. അപ്പോൾ പോകണോ വേണ്ടേ എന്നുള്ളൊരു തീരുമാനത്തിൽ പോകാമെന്നായി. കാരണം ഇത്രയും ദൂരം വന്നിട്ട് ഇനി ഒരു 3 കിലോമീറ്റർ, ഇവിടെ ഒരാളോട് ചോദിച്ചപ്പോൾ ഒരു 2-3 കിലോമീറ്റർ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും ദൂരം പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല റോഡായിരിക്കുമെന്നും പറഞ്ഞു. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ ഇനി നല്ല റോഡാണെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോകാമെന്ന് വിചാരിച്ചു. സോ അങ്ങനെ നമ്മൾ വീണ്ടും പോകാൻ വേണ്ടി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. 2 സൈഡും ഇപ്പോഴും തേയിലത്തോട്ടം തന്നെ. പിന്നെ നമ്മൾ നല്ല റോഡ് കയറിയിരിക്കുകയാണ് ഇപ്പം. പക്ഷേ കുറച്ചുകൂടെ നമുക്ക് സ്പീഡിൽ പോകാൻ പറ്റണുണ്ട്. പിന്നെ വലിയ റോഡാണെങ്കിലും സൂക്ഷിച്ച് തന്നെ പോകണം. പിന്നെ എന്തോ സ്വർഗം കിട്ടിയ പോലത്തെ ഒരു ഫീല്. നമ്മൾ ഇത്രയും ദൂരേക്ക് പാടുപെട്ട് വന്നിട്ട് അതാണ് ഇത്രയും നമ്മൾ എൻജോയ് ചെയ്ത് ഓടിക്കുന്നത്. ഇത് കണ്ടിട്ട് റിസോർട്ട് പോലെ തോന്നുന്നു എനിക്ക്. ക്ലൗഡ് മൗണ്ടെയിൻ അല്ല, ക്ലൗഡ് മൗണ്ടെയിൻ നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് പോകണമെന്നാണ് എഴുതിയിരുന്നത്. അതിനി ഏതെങ്കിലും അല്ലാത്ത ഗവൺമെൻറ് ഓഫീസോ അല്ലെങ്കിൽ ഇവിടുത്തെ അവരുടെ സ്റ്റോറേജ് കേന്ദ്രം അങ്ങനെ വല്ലതും ആണോ എന്ന് അറിഞ്ഞൂല. കാരണം എല്ലാം ഒരുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല മേഘമലയുടെ ഒരു അടുക്കും ചിട്ടി. പിന്നെ നമ്മുടെ ഇവിടെ വീണ്ടും ജനവാസ മേഖല വന്നെന്ന് തോന്നുന്നു. ഒരു അമ്പലമൊക്കെ കാണാം മൊത്തം. ഇതാണ് മറ്റേ നമ്മുടെ സ്ഥലം, വെണ്ണയിൽ സ്ഥലം ഇതാണ്. എനിക്ക് തോന്നുന്നത് അത് സ്കൂളാണെന്നാണ് തോന്നുന്നത്. വെണ്ണയാർ സ്കൂളും ഒരു അമ്പലവും എല്ലാം ഇരിപ്പുണ്ട്. അങ്ങോട്ട് തന്നെ, മഹാരാജാവായിട്ട് അങ്ങോട്ട് തന്നെ എന്ന് പറഞ്ഞു. സോ അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ചെല്ലിയൊക്കെ ഇട്ടേക്കുന്നു. പക്ഷെ ഇപ്പോൾ കണ്ടോ, മൊത്തം കോട മൂടിയൊക്കെയാണ്, പറയാൻ വാക്കുകളില്ല. ഇത് നമ്മൾ കൂടുതൽ ഉള്ളിലോട്ട് കയറി പോകും പോലെയാണല്ലോ തോന്നുന്നത്. കോടയെന്ന് പറഞ്ഞാൽ അമ്മാതിരി കോടയാണ്. ഇപ്പം നിങ്ങൾക്ക് വിഷ്വലിൽ കാണാം. ഒരു അടുത്തെത്തുമ്പോൾ മാത്രമാണ് അപ്പുറത്തുള്ള ഒരു കാര്യങ്ങൾ കാണാൻ പറ്റണം. പിന്നെ ഇവിടെ ലോറികളൊക്കെ കിടക്കണം. ലോറികൾ ഇതുപോലത്തെ ഒരു സ്റ്റോറേജ് കെട്ടിടങ്ങളും തന്നെ കൂടുതലും. വീടുകൾ കുറവാണ്. പിന്നെ അവിടെ ഒരു സ്കൂള് കണ്ട്. ഈ മരം കൊള്ളാമല്ലേ, ഏത് മരം എന്തോ. അപ്പോൾ നമ്മൾ വീണ്ടും പോയാണ് നിന്നോടി. പക്ഷേ ഇതുപോലെ നിന്നോടിക്കുന്നത് ഈ ചരലുള്ള സ്ഥലത്ത് പ്രാക്ടിക്കലാണോ എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പ്രാക്ടീസ് ഉണ്ടെങ്കിൽ പിന്നെ എന്തും നടക്കും. കാരണം ഓഫ് റോഡ് ഓടിക്കുന്നവർ ഓടിക്കുന്നുണ്ടല്ലോ. നമ്മുടെ വൈറ്റ് പാന്തറാണത്. ഒന്നും കാണാൻ പറ്റുന്നില്ല. അതാ ഇരവങ്ങലാർ എന്ന് 1 കിലോമീറ്റർ വന്നാണ് ഞാൻ അറിഞ്ഞത്. അപ്പം അടുത്തെത്താറായി. പക്ഷേ ഭയങ്കര കോട മൂടി ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്. ഭയങ്കര വലിയ എന്തോ പറയാം, ഭയങ്കര ഒരു മനസ്സിൻ്റെ നിറവെന്ന് പറഞ്ഞാൽ ഇത് കാണുമ്പം പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത അത്രയാണ്. കണ്ണുകൾക്ക് തരുന്ന ഒരു മാജിക്കൽ മൊമെൻ്റ് ഉണ്ട്, ഒരു പീസ് ഓഫ് മൈൻഡ്. അത് എത്ര പറഞ്ഞ് വർണ്ണിച്ചാലും അത്
പൊയ്റ്റിക്കായി പോകും, കാവ്യാത്മകമായി പോകും. അത് പറഞ്ഞ് മനസ്സിലാക്കണേക്കാളും നിങ്ങൾ ഈ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വരണം. ഇവിടെ പിന്നെ ഞാൻ വന്നതിന് ശേഷം അറിഞ്ഞു കുറേ ഹൈക്കും ട്രെക്കും ഒക്കെ ഉള്ള സ്പോട്ടുകളുണ്ടാകും. മുകളിലോട്ട് മല ട്രെക്ക് ചെയ്ത് കയറി ഒരു റിസോർട്ടൊക്കെ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അതൊക്കെ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ സാധിക്കുമെങ്കിൽ പോയി നോക്കണം. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷം ഇതുവരെ ആനിമൽ സ്പോട്ടിംഗ് ഒന്നും കിട്ടിയിട്ടില്ല. ആനിമൽ സ്പോട്ടിംഗ് അവരോടുള്ള സ്ഥലമൊന്നും കേട്ടിട്ടുണ്ടെങ്കിൽ മേ ബി സമ്മർ ആയതുകൊണ്ടായിരിക്കും, നമ്മൾ ഫെബ്രുവരി മന്ത് ആയതുകൊണ്ടായിരിക്കും വേറെ ആനിമൽസ് ഒന്നും സ്പോട്ട് ചെയ്യാത്തത്. പക്ഷേ ഇവിടെ ടൈഗർ റിസർവ് ആണ് ഏറ്റവും കൂടുതൽ. ബംഗാൾ ടൈഗർ ഉള്ളതും ആനകളുള്ളതും മാന്, കുരങ്ങ് കണ്ടു. നമ്മൾ കുരങ്ങ് ഇഷ്ടം പോലെ കണ്ടു. പിന്നെ പന്നിക്കൂട്ടം, രാത്രി ഇഷ്ടം പോലെ പന്നിക്കൂട്ടം ഉണ്ടായിരുന്നു അവിടെ. നമ്മുടെ ഗസ്റ്റ് ഹൗസിൻ്റെ പന്നിക്കൂട്ടം ഇഷ്ടം പോലെ കണ്ടു. എരുമേലിയിൽ നിന്ന് പോലും ഞാൻ ഇത്രയും പന്നിക്കൂട്ടം കണ്ടിട്ടില്ല. അക്കണക്കിന് മഞ്ഞിഞ്ഞ ദേഹത്തോട്ട് അടിച്ച് കയറും പോലെ വല്ലാത്തൊരു ഫീലാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്തോ ഇത്, ഈ ഒരു വിഷ്വൽ ബ്യൂട്ടി. നമ്മൾ വീണ്ടും ഒരു ചരലിട്ട പാതയിൽ കയറിയെന്ന് തോന്നുന്നു. കൊള്ളാം. ഇപ്പോൾ കുറച്ച് കോട കുറഞ്ഞ് നമ്മൾ മേഘമലയുടെ ഒരു തേയിലത്തോട്ടത്തിൻ്റെ അടുത്തൂടെ പോവുകയാണ്. തേയിലത്തോട്ടം തന്നെയാണ് വീണില്ല. നേരത്തെ ഫുള്ള് കോട കൊണ്ടൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷെ ഇപ്പം ദൂരെ കോട മൂടി തേയില തലോടി പോവുകയാണ്. പക്ഷെ നമ്മൾ ഇപ്പോൾ കോടയുടെ ഇപ്പുറമാണെന്ന് തോന്നിപ്പോകുന്നു. പക്ഷേ ഇത് ഒരു 3 സ്റ്റേജിലൊരു നല്ല സ്റ്റേജാണ്. ഒന്നാമത്തേത് നമ്മൾ കോടയിലൂടെ പോകുന്നത്, ഒന്ന് കോട ഇല്ലാത്തത്, ഒന്ന് നമ്മുടെ ദൂരെ കോട കാണാൻ അടുത്തില്ല, അങ്ങനെ പോകണത്. ഇതെല്ലാം മനസ്സ് നിറയ്ക്കുന്ന കാഴ്ചകളാണ്. മനസ്സ് നിറയുന്നതോടൊപ്പം നമ്മുടെ ഉള്ളിലും അതിൻ്റേതായ മാറ്റങ്ങളുണ്ടാവും. അല്ലെങ്കിൽ നമ്മൾ മാറൂല. സത്യം പറഞ്ഞ യാത്രകളാണ് മനുഷ്യനെ ഒരു തരത്തിൽ മാറ്റുന്നത്. അതില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ഫാമിലി ട്രിപ്പ് പോലും പോകാത്തവരുണ്ടെങ്കിൽ അത് വെറും അവരുടെ ജീവിതത്തിൽ അവർക്കൊരു വലിയ നഷ്ടമാണ് എന്ന് തന്നെ ഞാൻ പറയും. അങ്ങനെ നമ്മൾ മഹാരാജാമായിട്ട് എത്തിയൊക്കെയാണ്. ഫൈനലി എന്തൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇവിടെ പയ്യെ ഒതുക്കാം. ഇവിടെ നിന്നുള്ള വ്യൂ ഇതാണ്. അപ്പുറത്ത് അവിടെ കോട കയറി നിൽക്കുന്നു. ഇവിടെ താഴെ ലയങ്ങൾ കാണാം. പിന്നെ മുകളിലോട്ടാണ് കമ്പം വാലിയൊക്കെ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിൻ്റ്. അങ്ങോട്ട് നമ്മൾ പോയില്ല. അതിനുള്ള കാരണം ഞാൻ പറയാം. അവിടെ കുറേ നേരം നമ്മൾ ഇപ്പുറത്ത് നിന്ന് സ്പെൻഡ് ചെയ്തിട്ട് നമ്മളത് തിരിച്ചു പോകണ വഴിയാണ്. അപ്പോൾ ഈ മരം കണ്ട, ഈ മരം ഒരു പ്രത്യേക ലുക്ക്, ലാൽമരമാണ്, പക്ഷെ നല്ല അടിപൊളി ലുക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോകണ വഴിയാണ്. അവിടെ കണ്ട വിഷ്വൽ ഞാൻ കുറച്ചൊക്കെ ഓവർലേ ആയിട്ട് ആഡ് ചെയ്യാം. നമ്മൾ അവിടെ ഒരു ചെങ്ങായിയെ പരിചയപ്പെട്ടു. ഇതാണ് ആ ചെങ്ങായി. ഭയങ്കര കൂളാണ്. ഇവിടുത്തെ ലയത്തിലെ ഒരു അങ്കിളിൻ്റെ ഗൈഡ് ഡോഗ് ആണെന്ന് തോന്നി. പിന്നെ ഇതാണ് ആ വ്യൂ അവിടെ നിന്നപ്പോൾ ഉള്ള. ഞാൻ പറഞ്ഞല്ലോ മുകളിലോട്ട് പോകാൻ നിന്നപ്പം ആ സൈഡിലോട്ട് കോട കയറിയിരിക്കുന്ന മുകളിലോട്ടാണ് കയറി പോകേണ്ട. കുറച്ച് ദൂരെ നടക്കാവുള്ളൂ, ടിക്കറ്റൊക്കെ ഉണ്ട്. പക്ഷെ താഴെ എത്തിയപ്പം അങ്കിൾ പറഞ്ഞു അവിടെ ചിരട്ട ഇറങ്ങിയിട്ടുണ്ട്, അപ്പോൾ പോകണ്ട. ചിരട്ട എന്ന് പറഞ്ഞാൽ പുലി ഇറങ്ങിയിട്ടുണ്ട്, പോകണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പോകാത്തത്. താഴെ നിന്ന് കുറച്ച് വൈബടിച്ചിട്ട്, അത് സത്യമാണോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല, അത് വേറെ കേസ്. എന്തായാലും നമ്മളിങ്ങനെ കേൾക്കുമ്പം വെറുതെ ഇങ്ങനെ ഒരു നാട്ടുകാർ പറയുമ്പോൾ ചിലപ്പം നമ്മൾ വിശ്വസിക്കണമല്ലോ. കാരണം ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇനി വല്ല അപകടം വന്ന് വീട്ടുകാർ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. അങ്ങനെ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് കുറേ വൈബടിച്ചിട്ട് വേറൊരു സ്പോട്ടിൽ കൊണ്ട് വണ്ടി വെച്ചിട്ട്, അതും ഞാൻ ഓവർലായിട്ട് ആഡ് ചെയ്യാം. ആ സ്പോട്ടിൽ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസും പിന്നെ കുറേ നേരം സ്പെൻഡ് ചെയ്തു. നമ്മൾ പാട്ടൊക്കെ ഇട്ട് പിന്നെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ തിരിച്ച് പോവുകയാണ്. യാത്ര ഏകദേശം അവസാനിക്കുകയാണ്. നമ്മൾ വന്ന റൂട്ട് തന്നെയാണ്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, മേഘമല എന്ന വാക്കിനോടിപ്പം അർത്ഥം വരണത് ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ആ സ്ഥലമാണിത്. കണ്ട, ഇപ്പം ഫുള്ള് കോട ഫ്രണ്ടിൽ. അതായത് നേരത്തെ അടുത്ത് കോട ഉണ്ടായിരുന്നു, ഇപ്പം അടുത്തില്ല, കുറച്ച് ദൂരെ തന്നെ. പക്ഷേ നല്ല അധികം ഭംഗിയിൽ തോന്നിയില്ല. കണ്ട, അങ്ങേറ്റം വരെ മനസ്സിന് കുളിര് കയറുന്ന കാഴ്ചയാണ്. നേരത്തെ നമ്മൾ വന്ന ഗ്രാമം ഉണ്ടല്ലോ, ആ ഗ്രാമമാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കുറേ ലോറി എല്ലാം കിടന്ന ഒരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ പറഞ്ഞില്ലേ. എനിക്കൊന്ന് ഇരവെങ്കിൽ പഞ്ചായത്തായിരിക്കും ഇത്. ചെറിയൊരു പഞ്ചായത്താണ്. ചെറിയ ലയങ്ങളിൽ, എനിക്ക് തോന്നുന്നു ലയങ്ങളിൽ താമസിക്കുന്ന വീടുകൾ, ജോലിക്ക് നിൽക്കുന്നവരുടെ വീടുകളായിരിക്കും. രാവിലെ ലോറിയിലൊക്കെ കൊണ്ടാണ് ഇറക്കുന്നത്. ഇവിടെ അങ്ങേറ്റം ചുറ്റും 360 ഡിഗ്രിയിൽ ഒരു കോട കയറി നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്റ്റഡ് ലെയർ. ഈ വലിയ സിനിമകളിലൊക്കെ ഈ ഒരു പ്രൊട്ടക്റ്റഡ് ലെയർ വരുമല്ല, ഒരു നീല കളറിൽ,
അതുവഴി കയറാൻ പറ്റാത്ത രീതിയിൽ. അതുപോലെയാണ് എനിക്ക് ഈ കോട കാണുമ്പോൾ തോന്നുന്നത്. ഇത് നേരത്തെ കണ്ട ആ ഒരു ബംഗ്ലാവ് എസ്റ്റേറ്റ് പോലത്തെ ഒരു സംഭവം തന്നെ. എസ്റ്റേറ്റ് ആണോ അതായത് എസ്റ്റേറ്റ് ഹൗസ് ആണോ ബംഗ്ലാവ് ആണോ എന്ന് അറിഞ്ഞൂടെ. ഇവിടുത്തെ ബംഗ്ലാവൊക്കെ സത്യം പറഞ്ഞാൽ ചെറുതാണ്. നമ്മുടെ കാഴ്ചപ്പാടിലുള്ള ബംഗ്ലാവുകളൊന്നുമല്ല, ചെറുത്. അതായത് ഈ വാടകയ്ക്ക് കൊടുക്കണത് പോലും ചെറുതാണ് തീരെ. അങ്ങനെ ആ വിശേഷങ്ങൾ കണ്ടതാ നമ്മൾ പോയാണ്. ഇനി അധികം ഇല്ല മേഘമലയിലോട്ട്. ഇവിടെ സ്പോട്ടും ഇല്ല കാണാം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ വന്നു, കണ്ട് വന്നു തേനി വഴി, അതായത് കമ്പം തേനി വഴി കണ്ട് വന്നു. മേഘമല സ്റ്റേ ചെയ്തു ഒരു ദിവസം. എന്നിട്ട് നമ്മളിതാ തിരിച്ച് പോവാണ്. വീണ്ടും ആ ഓഫ് റോഡ്, നല്ല റോഡ് കഴിഞ്ഞ് ഓഫ് റോഡ് വരെയാണ്. ഇതും ഒരു ഏതോ വാടകയ്ക്ക് കൊടുക്കുന്ന ഗസ്റ്റ് ഹൗസ് പോലത്തെ ഒരു സെറ്റപ്പ് തന്നെ. നമ്മൾ വീണ്ടും തിരിച്ച് വന്നപ്പോൾ ഇവിടെ കയറയാണ്. ഇവിടെ നല്ല വൈബുണ്ട് ഇവിടെ ഇരിക്കാൻ. അതുകൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. ഇവിടെ നിന്നാൽ നല്ലൊരു വ്യൂ ഉണ്ട്, അത് പൊളിയാണ്. ആ ഒരു മാൻമെയ്ഡ് ലേക്കിൻ്റെയൊക്കെ ഒരു വ്യൂ ഉണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് ഇറങ്ങാം. അപ്പോൾ അതൊക്കെയാണ് മേഘമലയെക്കുറിച്ച് പറയാനുള്ളത്. മേഘമല എന്ന് പറഞ്ഞാൽ ഒരു സത്യം പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു അൺഎക്സ്പ്ലോർഡ് പ്ലേസാണ്. ടൂറിസ്റ്റ് അധികം വരാറൊന്നും ഇല്ല. വരണുണ്ടെങ്കിൽ ഇവിടെ അടുത്തുള്ള സിവിലിയൻസാണ് വരണുള്ളത്. പിന്നെ ഈ വ്ളോഗേഴ്സൊക്കെ വ്ളോഗ് ചെയ്യാൻ വേണ്ടി അറിഞ്ഞറിഞ്ഞ് വരണേ അല്ലാതെ ഒരു നോർമൽ കാണാൻ വരണം, അല്ലെങ്കിൽ ഒരു ഊട്ടി കൊടൈക്കനാൽ ഫാമിലി ട്രിപ്പ് പോകാൻ ഒരാൾ വരണതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നിങ്ങളെല്ലാവരും വരണം, അതാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് നമ്മൾ പഞ്ചായത്ത് ഗസ്റ്റ് ഹൗസ്. നമ്മളിവിടെയാണ് നിന്നത്. ബഡ്ജറ്റായിട്ട് നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ ഇവിടെയാണ് ഏറ്റവും ബെറ്റർ, ഇപ്പോഴും ഞാൻ പറയുന്നു. അതുകൊണ്ട് അതൊക്കെ നോക്കുക. ഇല്ലെങ്കിൽ നമുക്ക് ക്ലൗഡ് മൗണ്ടൻ ബംഗ്ലാവ് ഉണ്ട്. അവിടെയാണെങ്കിൽ എല്ലാ സൗകര്യങ്ങളും കാണും. ഇവിടെ സൗകര്യങ്ങൾക്കൊന്നും കുറവൊന്നുമില്ല. ആകപ്പാടെ കുറവുണ്ടെന്ന് തോന്നുന്നത് ഒരു വൈഫൈ ആണ്. പക്ഷേ വൈഫൈ ഇല്ലാത്തതുകൊണ്ടും നെറ്റ് ഇല്ലാത്തതുകൊണ്ടും നമ്മൾ ഇവിടുത്തെ മനുഷ്യരുമായിട്ട് നമ്മൾ തമ്മിൽ ഇടപഴകി നമ്മൾ ഈ വ്യൂ ഒക്കെ കുറച്ചുകൂടെ എൻജോയ് ചെയ്തു. സ്ഥലം കുറച്ചുകൂടെ എൻജോയ് ചെയ്തു. ആദ്യം ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് ഒരു നെഗറ്റീവ് പോലും ഇല്ലാത്ത രീതിയിലാണ് നമ്മൾ ആ ദിവസം കൊണ്ടുപോയത്. അപ്പം നിങ്ങൾ ഇവിടെ വരണമെന്ന് തന്നെയാണ് ഞാൻ വീണ്ടും പറയുന്നത്. ഒരിക്കലും അത് റിഗ്രറ്റ് ആവില്ല. സോ അപ്പം അത്രയൊക്കെ ഉള്ളൂ. പുതിയൊരു വീഡിയോ വരണവരേക്കും എല്ലാവരും കാത്തിരിക്കുക. മേഘമലയുടെ വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഒരു ചെറിയ സ്ഥലമാണ്, ഞാൻ വീണ്ടും പറയുന്നു. ഇവിടെ കാണാനൊന്നുമില്ല, ആകപ്പാട് ഒരു സ്പോട്ടേ ഉള്ളൂ. അത് അതിനേക്കാൾ കൂടുതൽ വരണ വഴിയും പിന്നെ ഇവിടുത്തെ അനുഭവങ്ങളുമാണ് നിങ്ങളെ. പിന്നെ മൃഗങ്ങൾ, ഭാഗ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൃഗങ്ങൾ ആണ് അനുഭവങ്ങളായിട്ട് കിട്ടാൻ പോണത്. സോ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ഇസ് മീ ഡോണ്ടലെസ്. സ്റ്റേ സേഫ്. ബൈ.